ഹലോ ഗെയ്സ്, ഒരു ബർഗർ കഴിക്കാനായിട്ട് നമ്മുടെ പാളയത്തുള്ള സൗത്ത് പാർക്കിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള തട്ടിൽ വന്നിരിക്കുകയാണ്. ഇവിടെ ഭയങ്കര തിരക്കാട്ടോ. ഇവിടുത്തെ ഒരു ഫുഡിൻ്റെ മണമെന്നൊക്കെ പറഞ്ഞ് ഒരു രക്ഷയില്ല. ഡയറ്റ് ആണെങ്കിൽ ഇവിടെ വന്നുമ്പോൾ തെറ്റുമത്. സത്യമായിട്ടും ഞാനും ഡയറ്റ് ആയിരുന്നു, പക്ഷേ ഇത് കണ്ടപ്പോഴത്തേക്കും നമ്മുടെ ബോധം പോയി. എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫുഡ് സ്പോട്ടാണ് പാളയത്തെ ദുക്കാൻ ബർഗർ. ഈ ബർഗർ നമ്മുടെ കയ്യിൽ കിട്ടണമെങ്കിൽ ഒരു അരമണിക്കൂർ ഇവിടെ വെയിറ്റ് ചെയ്യണം. ഒരുത്തനവിടെ ക്ഷമയോടെ നിൽക്കി, വേറെ ആർക്കെങ്കിലും കൊടുക്കുന്നത് കയറി കടിക്കുമെന്ന് അറിയത്തില്ല. എന്തായാലും അവിടെ കട്ട വെയിറ്റിങ്. ഇത്രയും മനസ്സമാധാനത്തിനോടെ നിൽക്കുന്ന കണ്ടിട്ടില്ല. ഒട്ടും ക്ഷമയില്ലാത്ത ഒരാളാണ് എൻ്റെ ബോയ്. ബർഗറിന് വേണ്ടി ഇനി എത്ര മണിക്കൂർ വേണമെങ്കിലും ഇവിടെ ഇങ്ങനെ പോസ്റ്റായി നിൽക്കും. ചൈനീസ് ഫുഡിൻ്റെ ഒരു സ്ട്രീറ്റായി മാറിക്കഴിഞ്ഞു ഇപ്പോൾ പാളയം. ഒരു സൈഡിൽ ഫ്രൈഡ് റൈസ്, നൂഡിൽസ്, BBQ ചിക്കൻ, ഡ്രാഗൺ ചിക്കൻ, അങ്ങനെ വെറൈറ്റിയാണ് കേട്ടോ. പാളയത്ത് ഒരു വൈകുന്നേരം 7 മണിയോടുകൂടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല ചൈനീസ് ഫുഡൊക്കെ ഇവിടെ നിന്ന് ലൈവായിട്ട് മേടിച്ച് കഴിക്കാം. വൈകിട്ടൊക്കെ നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് കുറേ നാളായി. അപ്പം ഇന്ന് എന്തുകൊണ്ടോ മഴയൊന്നും ഇല്ല, അതുകൊണ്ട് നമ്മൾ വൈകിട്ട് ഇങ്ങോട്ട് വന്നു. അപ്പോഴാണ് പഴയ ഒരു ഫീല് വീണ്ടും വന്നത്. ബർഗർ അപ്പുറത്ത് പല പല വെറൈറ്റിയിൽ പല കോംബോകളാണ്. അപ്പോൾ ഇന്ന് വന്നപ്പോൾ ഒരു പുതിയ കൂട്ടുകാരനെ കൂടെ കണ്ടു. അവൻ കോഴിക്കോടുള്ളതാണ്. പുതിയതായിട്ടൊരു സംഭവമൊക്കെ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇവിടെ എന്ത് സംഭവം ഇട്ടാലും ഇവിടെ ക്ലിക്ക് ആവും. നല്ലൊരു വെറൈറ്റിയാണ് കൊണ്ടുവരുന്നതെങ്കിൽ ഉറപ്പായിട്ടും ക്ലിക്കായിരിക്കും. പിന്നെ ഭയങ്കര ക്യൂ ആയിരിക്കും, മാനേജ് ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇവിടെ കുറേ നാളുകൊണ്ട് ഡയറ്റിൽ അങ്ങ് പൊയ്ക്കൊണ്ടിരുന്നതായിരുന്നു. ഇതുവഴി പാസ് ചെയ്തപ്പോൾ പിന്നെ ആ ഡയറ്റെല്ലാം അങ്ങ് തെറ്റി. പിന്നെ ഒന്നും നോക്കിയില്ല, അങ്ങ് വലിച്ചു വാരി കഴിക്കാൻ തുടങ്ങി. ഫ്രൈഡ് റൈസും നൂഡിൽസും ബർഗറും എല്ലാം മേടിച്ച് അങ്ങ് കഴിച്ചായിരുന്നു.